പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യമേ പറയട്ടെ, കുറച്ച് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില സബ്ജക്റ്റ് ആയിരിക്കും പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെയും 1-ാമത്തെ തിരുവചനം അത് ഇപ്രകാരം പറയുന്നത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലാ മക്കളായിരിക്കും? ശരിക്കും ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണോ? ആണോ? ദൈവത്തെ പോലെ തന്നെയാണോ ഞാൻ? ആണോ? ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുമ്പോൾ സംശയമാണ്. ശരിക്കും ഞാൻ ദൈവത്തിന്റെ പോലെയാണോ? ഞാനൊരു കുട്ടി ദൈവമാണോ? കുട്ടി ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ആനത്തുമ്പി ആകാശത്തോട് പറക്കുമ്പോ താഴെ ഒരു എന്താണ് പറയാ, കുഴിയാനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഴിയാനെ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആനത്തുമ്പി കുഴിയാനെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലയോ കുഴിയാനെ, നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ ശരിയാവോ? ശരിയാവോ? ആനത്തുമ്പി ആകാശത്തിന് വട്ടമിട്ട് പറക്കുന്നു, കുഴിയാന ഭൂമിയിലെ കുഴിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാ ഞാൻ ആനത്തുമ്പിയുടെ മകനാവുന്നത്? കുഴിയാന ചിന്തിക്കുക. കുഴിയാന പറഞ്ഞു, ഏയ്, ഞാൻ നിന്റെ മകനല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആനത്തുമ്പി പറഞ്ഞു, അല്ല, നീ എന്റെ ശരിക്കും മകനാണ്. അപ്പോൾ കുഴിയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണമെങ്കിൽ സമ്മതിച്ചേക്കാം, വേണമെങ്കിൽ സമ്മതിച്ചേക്കാം, ശരിക്കും മകനാണ്. സമ്മതിച്ചു. പ്രശ്നം തീർന്നില്ലേ? ആനത്തുമ്പി പറന്നുപോയി. ഇതുപോലെ ദൈവം നമ്മെ നോക്കി പറയാണ്, അല്ലയോ മനുഷ്യ, നീ ശരിക്കും എന്റെ മകനും മകളുമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അല്ല, ഞാൻ ഈ ഭൂമിയിലെ പീറ മനുഷ്യൻ. അപ്പൊ ദൈവം നമ്മെ നോക്കി പറയണം, അല്ല, നീ ശരിക്കും എന്റെ മകനും മകളുമാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? കർത്താവിന് വേണമെങ്കിൽ ആയിക്കോട്ടെ, സമ്മതിച്ചു. ഹല്ലേലൂയ. ഇനി ചോദ്യം, ശരിക്കും മകനും മകളുമാണോ? ആനത്തുമ്പിയുടെ ശരിക്കും മകനാണോ ഈ കുഴിയാന? ആണോ? ആണോ? അതെ. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ആ കുഴിയാന അവിടെ ഇരുന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആനത്തുമ്പിയായി പറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. കാരണം ആനത്തുമ്പിയുടെ ലാർവയുടെ പേരാണ് കുഴിയാന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ചിത്രശലഭത്തിന്റെ ഒരു പുഴു അത് പിപ്പയിൽ കയറി ചിത്രശലഭമായി പറന്നു പോകുന്നത് പോലെ, പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ച് മനുഷ്യനായി നടന്നിട്ടുണ്ടെങ്കിൽ മരണമെന്ന പിപ്പയിലൂടെ കയറി കർത്താവിന്റെ ദൈവമക്കൾ എന്ന അവകാശത്തിലേക്ക് പറന്നുയരും. വിശ്വാസമുള്ളവർ വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. യേശു പറഞ്ഞ വചനം അത്. എന്താ കാരണം എന്നറിയാമോ? എന്റെ നിന്റെ സ്ഥാനം കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. നാം ശരിക്കും ദൈവത്തിന്റെ മകനും മകളും. ഹല്ലേലൂയ. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണോ? അതെ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് എന്നെ നിങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവം ആണോ പെണ്ണോ? ദൈവം ആണോ പെണ്ണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സായിപ്പാണോ? അത് ഇന്ത്യക്കാരനെ പോലെയുള്ളതാണോ? എന്താണ് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും? എന്താണ് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും? പ്രിയപ്പെട്ടവരെ, ദൈവം എങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തൃത്വമാണ്. തൃത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് ഒന്നായിരിക്കുന്നു. അതാണ് ദൈവം. അതുപോലെയാണ് എന്നെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിലെ അരൂപിയും അശരീരിയും സർവ്വവ്യാപിയുമാകുന്ന ഭാഗമാണ് പിതാവായ ദൈവം. ആ സത്തയുടെ
ആ അരൂപിയുടെ പ്രതിച്ഛായാകുന്ന പുത്രനായ ഭാഗമുണ്ട്. അവയെ ഒരുമിച്ച് നിർത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. അതാണ് ദൈവത്തിലെ 3 ഉപസ്ഥിതികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ഞാനും. അരൂപിയും അശരീരിയും സർവ്വവ്യാപിയുമാകുന്ന ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ പ്രതിച്ഛായാവുന്ന ശരീരം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആത്മാവും ശരീരത്തിന്റെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന, ദൈവത്തിൽ ഒന്നിപ്പിച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയാ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രകാരം സൃഷ്ടിച്ചത്. തൃത്വം എന്ന് പറയുന്നത് തൃത്വം എന്നത് പലരും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുന്ന കാര്യമായിരിക്കും. തൃത്വം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും. തൃത്വം വളരെ ഈസിയാണ് പഠിക്കാൻ. തൃത്വം മനസ്സിലാക്കണം, അവനാണ് ക്രിസ്ത്യാനി. തൃത്വം മനസ്സിലാക്കുന്നില്ലെങ്കിൽ എങ്ങനെ ക്രിസ്ത്യാനിയാവുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദൈവം ആരാ? തൃത്വത്തിൽ എന്തൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ എത്ര ദൈവമുണ്ട്? 1 2 3. അപ്പൊ എത്ര ദൈവമായി? 3 ദൈവം ഉണ്ടോ നിനക്ക്? ഇല്ല, എനിക്ക് ഒരു ദൈവമുള്ളൂ. പിന്നെന്താ 3 ദൈവം എന്ന് പറയുന്നത്? സംശയമായി, കൺഫ്യൂഷനായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിക്കണം. എന്റെ ദൈവം ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം. അതിന് പറയാൻ എന്റെ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? 3 കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. 1 സത്ത, 2 ഉപസ്ഥിതി, 3 ബന്ധം. ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കിയാൽ വളരെ ഈസിയായി തൃത്വം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഞാനിത് മനുഷ്യനും കൂടി പറയുമ്പോഴാണ് അത് ക്ലിക്കായിട്ട് വരുന്നത് നമുക്കുള്ളിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിനൊരു സത്തയേ ഉള്ളൂ. ആ സത്തയുടെ പേരെന്താണ്? ദൈവിക ഉണ്മ. അങ്ങനെ സത്ത. ദൈവം എന്ന് പറഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ. ദൈവം. എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ദൈവിക ഉണ്മ അത് ഒന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിതാവിനൊരു സത്തയേ ഉള്ളൂ, പുത്രനൊരു സത്തയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് സത്തയേ ഉള്ളൂ. ആ സത്ത ഒന്നേ ഉള്ളൂ. അതാണ് ദൈവിക ഉണ്മ, ദൈവം. അതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഒരു സത്തയേ ഉള്ളൂ. എൻ്റെ സത്തയുടെ പേരെന്തെന്നറിയാമോ? മാനുഷിക ഉണ്മ. ഞാൻ മനുഷ്യനാണ്. അതാണ് എൻ്റെ സത്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തിന് 3 ഉപസ്ഥിതികളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 ഉപസ്ഥിതികളുണ്ട്. പേഴ്സോണ എന്ന പദം. ഹല്ലേലൂയ. പലരും അത് പേഴ്സൺ എന്നാക്കി മാറ്റിയിട്ട് 3 ദൈവങ്ങളാക്കും. അല്ല, 3 പേഴ്സോണയാണ്, 3 ഉപസ്ഥിതികൾ. എൻ്റെ ഉള്ളിൽ 2 ഉപസ്ഥിതികളുണ്ട്. എന്നറിയാമോ? എൻ്റെ ആത്മാവ്, 2 എൻ്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. 3ാമതൊരു ഉപസ്ഥിതി ഉണ്ടായിരുന്നു. ആ 3ാമത്തെ ഉപസ്ഥിതിയുടെ പേരെന്താ? പരിശുദ്ധാത്മാവ്. പാപം വഴി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്വരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ബന്ധം. ഉപസ്ഥിതി മനസ്സിലായില്ലേ? ഇനി ബന്ധം. ബന്ധം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും ഒന്നാണ്. ശരീരത്തിൽ തന്നെയാണ് ആത്മാവ്, ആത്മാവിൽ തന്നെയാണ് ശരീരം. ഇതാണ് എൻ്റെ ബന്ധം. ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? ദൈവത്തിലെ ബന്ധം ഇതാണ്. പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും, പുത്രനിൽ പിതാവും പരിശുദ്ധാത്മാവും, പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനും. കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമുണ്ട്. എത്ര ചിന്തയുണ്ട്? എത്ര ചിന്തയുണ്ട്? ഒരു ചിന്തയുണ്ട്. ചിന്തയിൽ എത്ര പേഴ്സണയുണ്ട്? 2 ഏതയാ? ശരീരം, ആത്മാവ്. 3ാമത്തത് പരിശുദ്ധാത്മാവ്. ദൈവത്തിൽ എത്ര ഉപസ്ഥിതിയുണ്ട്? 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. സ്വരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് തൃത്വം. ഇനി തൃത്വത്തിന് ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ? പിതാവിനൊരു സത്ത, പുത്രനൊരു സത്ത, പരിശുദ്ധാത്മാവിനൊരു സത്ത എന്നാക്കിയിട്ട് 3 കഷ്ണാക്കിയിട്ട് പറയും 3 ദൈവങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതാണ് തൃത്വം. ഇതാരാ പറയുന്നത് അറിയാമോ നിങ്ങൾക്ക്? ഇവിടെയുള്ള പെന്തക്കോസ്തുകാർ പറയുന്ന തൃത്വത. പെന്തക്കോസ്തുകാർ തൃത്വത. അവർക്ക് ഈ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പലപ്പോഴും പറയുന്ന തൃത്വം ഒരു സത്തയാണ് 3 പേരുണ്ടെന്ന് പറയെങ്കിലും ഈ 3 പേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് തൃത്വം എന്ന് പറയും.
അല്ല, അതല്ല ബന്ധം. പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും, പുത്രനിൽ പിതാവും പരിശുദ്ധാത്മാവും, പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനും, അതാണ് ബന്ധം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ പെന്തക്കോസ്തുകാർ തൃത്വത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂട്ടിക്കെട്ടിയിരിക്കുന്ന തൃത്വം. അപ്പൊ എത്ര സത്തയായി? 3 സത്തയായി. അതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരയുർത്തി ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായോ? തൃത്വം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇനി ദൈവം ഏകനാണ്. ഞാൻ പറഞ്ഞ തൃത്വം ഏകനാണോ അല്ലയോ? ഏകനാണോ? ഞാൻ പറഞ്ഞ തൃത്വം 3 ദൈവത്തെ പറ്റിയാ പറഞ്ഞത് അതോ ഒരു ദൈവത്തെ പറ്റിയാ പറഞ്ഞത്? ഒരു ദൈവത്തെ പറ്റിയാ പറഞ്ഞത്. ശരിയല്ലേ? വ്യക്തല്ലേ? സ്പഷ്ടല്ലേ? എന്നാൽ ഈ ഏക ദൈവത്തിൽ നിന്ന് 3 ഉപസ്ഥിതികൾ ഇല്ല എന്ന് പറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? അതുകൂടി പറഞ്ഞുതരാം. ഇസ്ലാമിലെ ദൈവത്തിന് ഏകനാണെന്ന് അവർ പറയും, പക്ഷെ തൃത്വമല്ല. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും പറഞ്ഞുതരാം. അതോടുകൂടി ഞാൻ ഇസ്ലാമിലെ വിശ്വാസികളുമായിട്ട് ഡിബേറ്റ് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് കാര്യം ക്ലിയർ ആയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവം വേറെ, ഞങ്ങളുടെ ദൈവം വേറെ, ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ സ്വഭാവം പറയാൻ പോവാ. ശ്രദ്ധിച്ചിടും. ഒന്ന്, ദൈവം നിത്യനാണ്. ദൈവം നിത്യനാണ്. നിത്യൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യവും. ബൈബിളിൽ ആദ്യത്തെ വരി എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ? ആദിയിൽ എന്തിനു കുറിക്കുന്നു? സമയം. ദൈവം എന്തിനു കുറിക്കുന്നു? സൃഷ്ടാവ്. ആകാശം എന്തിനു കുറിക്കുന്നു? സ്വർഗം. ഭൂമി എന്തിനു കുറിക്കുന്നു? പ്രപഞ്ചം. മനസ്സിലായോ? സൃഷ്ടിച്ചു എന്തിനു കുറിക്കുന്നു? ക്രിയ. സൃഷ്ടാവ് ക്രിയ ചെയ്തു. ഏതൊക്കെ ക്രിയ ചെയ്തു? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അതിനു മുമ്പ് എന്ത് സൃഷ്ടിച്ചു? ആദിയിൽ സമയം. സമയത്തിന് മുമ്പ് ഉള്ളതെല്ലാം നിത്യമാണ്. പ്രൈസ് ദി ലോർഡ്. പോയിന്റ് മനസ്സിലായ? സമയമാണ് ആദ്യം ഉണ്ടാകുന്നത്. സമയത്തിന് മുമ്പ് ഉണ്ടായിരുന്നതെല്ലാം നിത്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് സമയത്തിന് മുമ്പ് ഉള്ളത്? ദൈവം, സൃഷ്ടാവ്. കാരണം ഏറ്റവും ആദ്യം ഉള്ള ദൈവം. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും ഉണ്ടായേ? ചോദ്യമില്ല. കാരണം എപ്പോൾ എന്നത് സമയത്തെ കുറിക്കുന്നു. സമയമുണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്. മനസ്സിലായോ? ദൈവം ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നേ? ചോദ്യമില്ല. കാരണം സമയം ഉണ്ടാക്കിയത് ദൈവമാണ്. അതിനു മുമ്പ് ദൈവം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറയാൻ അങ്ങനെ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. പോയിന്റ് മനസ്സിലായ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഏകനാണോ തൃത്വമാണോ? അതൊന്നും പറഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. ബൈബിളിലെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അതുകൊണ്ട് അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്താ പറഞ്ഞ ദൈവം അങ്ങനെ പറയാൻ കാരണം? ദൈവം എന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവം ഏകനല്ല. ദൈവം ഏകനാണ്, ഏകാന്തനല്ല. മനസ്സിലായോ? ദൈവം ഏകനാണ്, ഏകാന്തനല്ല. അതുകൊണ്ടാണ് ദൈവത്തിൽ തൃത്വമുണ്ട്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നെന്ന് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനിൽ നിന്ന് ഒരു സ്ത്രീയെ നിർമ്മിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ആദ്യം ഉണ്ടാക്കിയത് പുരുഷനെയാണോ സ്ത്രീയെയാണോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പുരുഷനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് ബൈബിളിൽ കാണാൻ പറ്റില്ല, ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കില്ല. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. അവരിൽ നിന്ന് സ്ത്രീയെ എടുത്തപ്പോൾ ബാക്കിയുള്ള ഭാഗം പുരുഷനായി, ഇത് സ്ത്രീയായി. ഹല്ലേലൂയ. വലതുകരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ പറഞ്ഞ പോയിന്റ്? എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, ഒരൊറ്റ ശരീരമായിരിക്കും. ഇതാണ് വിവാഹം. ഇതാണ് വിവാഹത്തിലെ തൃത്വം. സെന്റ് അഗസ്റ്റിന്റെ വിവാഹത്തിലെ തൃത്വം. ഭർത്താവ് ഭാര്യ രണ്ടുപേരും ചേർന്ന് ഒന്നാകുന്നിടത്താണ് തൃത്വം കുടുംബത്തിലാകുന്നത്. അപ്പോഴേ കുടുംബം മനോഹരമാവുള്ളൂ. നമ്മുടെ കുടുംബ പ്രശ്നത്തിന് കാരണം എന്നറിയോ? ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ഒരു മനസ്സാവാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? അവൾക്ക് അവളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇവിടെ തൃത്വം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കുന്ന ഒറ്റ ശരീരത്തിന്.
പുരുഷനും സ്ത്രീയിൽ നിന്നും ചേർന്ന് വരുന്ന ഒറ്റ ശരീരത്തിന്. പ്രൈസ് ദി ലോർഡ്. പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നു, സ്ത്രീ പുരുഷനാൽ സ്നേഹിക്കപ്പെടുന്നു. അതിന്റെ ഉത്തരമാണ്, അതിന്റെ അനന്തര ഫലമാണ് മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ എങ്ങനെയാ? ഭർത്താവിന്റെയും ഭാര്യയുടെയും സ്നേഹത്തിൽ നിന്ന്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നു. അതിന്റെ അനന്തര ഫലമാണ് പ്രപഞ്ച സൃഷ്ടി. ഹല്ലേലൂയ, മനസ്സിലായ? ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തിനാ മക്കളുണ്ടാക്കിയേ? അങ്ങനത്തെ ബ്രദർ ഇങ്ങനെ ചോദിച്ചേ. ദൈവം എന്തിനാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്?